ദാസണ്ണൻ എടാ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു. രാജുഭായി ഇവരൊക്കെ കൂടെ സംസാരിച്ചു. അപ്പോഴും ഷെയ്ക്ക് കരയുമായിരുന്നു സോൾവ് ആക്കണമെന്ന് പറഞ്ഞു. കാരണം എന്നിട്ട് അണ്ണൻ ലൈവ് ഇടുന്നതിന് മുന്നേ വരെ ഷെയ്ക്ക് പറഞ്ഞേ, അണ്ണൻ ലൈവ് ഇടുന്നതിന് മുന്നേ വരെ ഈ ഷെയ്ക്ക് വന്നിട്ട് പറഞ്ഞു ബാസു ബ്രോ ഇത് നമുക്ക് ഇത് പറയണോ. അല്ലാണ്ണ ഈ സി കെ മാരിയുടെ കേസ് വാസവണ്ണ പറയുന്നതിന് മുന്നേ ഷെയ്ക്ക് ഒന്നും കൂടെ വീസി വന്നു. ഞാനൊരു കാര്യം പറയട്ടെ എടാ നിങ്ങൾ ഈ കുണ്ണകളെ വെളിയിലത്തെ കുണ്ണകളെ ഇങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. വിടറ ഇവനെയൊക്കെ ഈ തീട്ടങ്ങളെയൊക്കെ വിട്. നമുക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ ഇനി എന്തെങ്കിലും അപരാധിക്കുവാണെങ്കിൽ തിരിച്ച് അതേപോലെ ഇതുപോലെ അങ്ങ് പണ്ണി വായിക്കാത്ത കൊടുക്കുക. ഇത്രയും നാളെ നിന്നോടൊക്കെ ഞാൻ വാടച്ചിരിക്കാൻ പറഞ്ഞായിരുന്നു. ഇനി അത് വേണ്ട. നമ്മളെ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇനി തിരിച്ചു പറഞ്ഞാൽ മതി. ഈ സി കെ കുണ്ണയും അണ്ടിയില്ലാത്ത കുണ്ണയും പച്ച കുണ്ണയൊക്കെ അവനൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകാൻ പറ. ഇവന്റെ അടുത്തൊന്നും ഇവനെ ഒന്നും നോക്കേണ്ട ആവശ്യം നമുക്കില്ല. നിങ്ങൾ ചില്ലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഇതാക്കി. ഇവൻ ഏതെങ്കിലും സിറ്റിയിൽ വരുവാണെങ്കിൽ തല്ലു കൊടുത്ത് വിടുക. വെളിയിൽ ഇനി എന്തെങ്കിലും നമ്മുടെ പേരെടുത്ത് എന്തെങ്കിലും അപരാധം പറയുമോ, നമ്മുടെ ഏതെങ്കിലും ലൈവ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് കുണ്ണത്തരം പറയുവാണെങ്കിൽ അപരാധിച്ച് വിടണം. ഏതവനാണെങ്കിലും മനസ്സിലായ, ഏതവനാണെങ്കിലും അപരാധിച്ച് വിടണം. ഇതുവരെ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ ഞാൻ പറയത്തില്ല, മനസ്സിലായോ? അതുകൊണ്ട് അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്തോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഈ എന്താ പറയാ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ബോംബ് പൊട്ടിക്കുക, അണ്ടി പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഞാൻ പറയാം, എന്തോ ബോംബ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നോ അണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള കാര്യം എന്താന്ന് വെച്ചാൽ പുള്ളി അത് ഓൾറെഡി കൺഫസ് ചെയ്തായിരുന്നു ലൈവിൽ ഏട്ടാ. അതായത് ഞാൻ വിഷമിച്ചിരുന്നപ്പം ഞാൻ പറഞ്ഞ് ഇവന്മാരുടെ ഒന്നും ഇത്രയും നാളായിട്ട് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ട് ഇവന്മാരുടെ ഒന്നും ഡീറ്റെയിൽസ് ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചെന്ന് പുള്ളി അങ്ങ് ഓൾറെഡി ലൈവിൽ കൺഫസ് ചെയ്തു. മനസ്സിലായ? ഞാൻ അതാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി കെ മാര് വന്നപ്പോ സമയത്ത് എടാ എങ്ങനെയാടാ അല്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, തന്തലാടി ചെയ്തിട്ട് എന്റെ മുന്നിൽ വെച്ച് ഏതെങ്കിലും എന്റെ ഒരു മെമ്പറിനെ ഏതെങ്കിലും ഒരുത്തം തള്ളക്ക് വിളിച്ചിരുന്നേ അവനെ ഞാൻ പാടി ഉറക്കിയേനെ. ഈ സി കെ മാരിയെ ഞാൻ ഒരു അരമണിക്കൂർ അവന്റെ തന്തയ്ക്കും അവന്റെ തന്തയുടെ 10 തലമുറയ്ക്കുള്ള തന്തയ്ക്കും വിളിച്ചിട്ട് കോലീഡറും അവരോട് വായി നോക്കി ഇങ്ങനെ നക്കി നിന്നായിരുന്നു പേടിച്ചിട്ട്. വായും പൊത്തി ഒരക്ഷരം പോലും മിണ്ടാതെ പൊത്തി നിന്നായിരുന്നു കേട്ടാ. കാരണം എന്തേലും പറഞ്ഞ് സി കെ മാരി എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവൻ എന്തെങ്കിലും അവരാധിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവനിരുന്ന് അവരാധിച്ച് കളയുന്നുള്ള പേടി ഉണ്ടായിരുന്നു. മനസ്സിലായ? അപ്പൊ ഈ സി കെ മാരി ഇതും കേട്ടോണ്ട് ഇങ്ങനെ ഇരുന്ന് എന്റെ അടുത്ത് കുറെ വട്ടം ചോദിച്ചു കേട്ടോ, ബ്രോ ഇത് റിവീൽ ചെയ്യണോ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കി വിട്ടിരുന്ന. നമ്മൾ ആ ഫുൾ POV കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ അതാണ്. അതിന് റിപ്ലൈ ആയിട്ട് ഞാനൊരു കാര്യം നിന്റെ അടുത്തൊക്കെ പറയാം. ഇനി എന്റെ OC ആയിക്കോട്ടെ, എന്റെ അണ്ടി ആയിക്കോട്ടെ, നീയൊക്കെ എന്ത് കുണ്ണത്തരം കൊണ്ടുവന്നാലും, നീ കൊണ്ടുവന്നാലും നിന്റെയൊക്കെ കൊമ്പത്തുള്ള ഏതവൻ കൊണ്ടുവന്നാലും എനിക്കൊരു പേടിയില്ല. ഈ ഭീഷണിയൊക്കെ ഏതെങ്കിലും കൊച്ചു പിള്ളേരെടുത്ത് പോയി മതിയടാ. നീയൊക്കെ ഇനി എന്ത് അണ്ടി കൊണ്ടുവന്നാലും എനിക്കൊരു പേടിയില്ല. നിനക്ക് കാണിക്കാൻ പറ്റുന്നതൊക്കെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീയൊക്കെ കാണിക്കും. ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിന്റെ അപ്പുറത്തോട്ട് ഇനി എങ്ങനെയായിരിക്കും TVLA മെമ്പേഴ്സ് ഈ കണ്ടികളെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ പോണത്? ഞാൻ പറയണ എല്ലാവരെയും അല്ല, കണ്ടികളെയൊക്കെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യാൻ പോണത്? അത്രയ്ക്ക് നിനക്കൊക്കെ അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ നീയൊക്കെ എടുത്തു വെച്ച് കാണിക്കും. ബാക്കി എന്ത് പറയണം എന്നുള്ള കാര്യം എനിക്കറിയാം. കാണിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനും കാണിക്കാം. തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ കാണിക്കണം. മനസ്സിലായ? അതാണ് എനിക്ക് പറയാനുള്ളത്. നിന്റെയൊക്കെ പോലെ മറ്റേ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടിരുന്ന് വെല്ലുവിളിക്കുന്ന കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീയൊക്കെ എടുത്തു വെച്ച് കാണിച്ചിട്ട് സംസാരിക്കണം. അത് കഴിയുമ്പോൾ എനിക്ക് കാണിക്കാനുള്ളതൂടെ ഞാനൊന്ന് കാണിക്കാം. മനസ്സിലായി? അതിൽ കൂടുതൽ എനിക്ക് വേറെ ആരെ ബോധിപ്പിക്കാനല്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതാ പറയാ, ഇതിവിടെ വിട്ടേരെ. നിങ്ങൾക്ക് പറയാനുള്ള സിറ്റിയിൽ ഏതെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലും ഒരുത്തം വന്ന് സിറ്റിയിൽ അവരാഴ്ച സിറ്റിയിൽ കൊടുത്തു വിടണം. വെളിയിൽ നിങ്ങളുടെ ക്ലിപ്പോ ഇതുവെല്ലാം എടുത്ത് വെച്ച് അല്ലടാ ഞാൻ പറയാ, വെളിയിൽ എന്തെങ്കിലും വെച്ച് അവരാധിച്ചാല് നിങ്ങളുടെ ക്ലിപ്പ് എടുത്ത് വെച്ച് അവരാധിച്ചാൽ അതും പറഞ്ഞ അയ്യേ വാണം തന്നെ വാസുപൂറൻ. എടാ നീ എന്തിനാടാ ഇവിടെ വന്നിരുന്നത്? നീ നീ ഇവിടെ വന്നിരുന്ന് കാണുന്നേ? നിനക്ക് ഇഷ്ടമുള്ള ആളുടെ ലൈവിൽ പോയിരുന്ന് മൂഞ്ചടാ. നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? നിനക്ക് എന്തിനാ മൂഞ്ചത്? ഹെയ്റ്റ് സ്പ്രെഡ് എന്താണെന്ന് നിനക്ക് കാണണോ? നിനക്ക് കാണിച്ചു ഹെയ്റ്റ് സ്പ്രെഡ് എന്താണെന്ന്. കമ്മ്യൂണിറ്റി നന്നാക്കാൻ വന്നേക്കുന്ന ഗാന്ധിജി പുണ്ട. എടാ അതല്ല, ഇത്രക്ക് പെട്ടെന്ന് ലൈവ് വന്ന് മാസം അടിച്ച ആൾക്ക് എന്താ വെച്ചാൽ ഡിസ്കോഡിൽ വന്നപ്പോ നമ്മുടെ സംസാരിക്കാൻ പറ്റിയില്ല. ഇങ്ങനത്തെ അന്ന് സംസാരിക്കാൻ പറ്റില്ല. അന്ന് ഇങ്ങനെയല്ല സംസാരിച്ചത്, ഇങ്ങനെയല്ല. എടാ നമ്മുടെ സൈഡിൽ ഒരു തെറ്റില്ലേ, നമുക്ക് നേരെ വന്ന് സംസാരിക്കാൻ പറ്റൂടാ. അത് പിടിച്ച് വിഴുങ്ങത്തില്ല. കാര്യം പറഞ്ഞ ഞാൻ പറയാ എന്തായാലും പറഞ്ഞു പരത്തിയമാർ ഓൾറെഡി ഇപ്പൊ പറഞ്ഞേക്കുന്നത് ഏറ്റവും ടോക്സിക് ഞാനാണെന്നാ. ഇനിയിപ്പോ ടോക്സിസിറ്റി എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇവനൊക്കെ ടോക്സിസിറ്റി എന്താണെന്ന് ഞാൻ ശരിക്കും കാണിച്ചു കൊടുക്കാം.
പിന്നെന്തോ അവന്റെ എന്താ സ്കൂള് പൂട്ടിയോട്ട് നമുക്ക് വ്യൂസിന് വേണ്ടി കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത്. എടാ ഷെയ്ക്കേ, നീ ഇന്നലെ എന്താ പറഞ്ഞത്? മന്ദരെ വിടറാ ഇല്ല അണ്ണ അതിനകത്ത് പറഞ്ഞ പറയണ്ട വിടറ പോട്ടറ. എടാ ഇതെന്താന്ന് അറിയോടാ, ഇത് ശരിക്കും ഇതാണ് അറ്റൻഷൻ സീക്കിങ്. ഇവര് അല്ലല്ല ഞാൻ പറയട്ടെ, കെ വി എൽ ആൾക്കാർക്ക് ഇപ്പം അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന വാച്ചിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. കെ വി എൽ ആരെങ്കിലും ഒരാള് ഇവരെ അവരാധിച്ച ഇവന്മാര് പറഞ്ഞു വരുത്തുന്നെന്ന് പറഞ്ഞാൽ ഫെയിം ഫാമിംഗ് ആണെന്ന്. അപ്പം ഇവന്മാരെക്കാളും വ്യൂസ് ഉള്ള ഇവന്മാരെ അവരാധിക്കുമ്പോൾ നമ്മളത് പറയണ്ടേ? നീയൊക്കെയല്ലേ റിയൽ ഫെയിം ഫാമേഴ്സ് അച്ചിപ്പട്ടികളെ. അപ്പൊ കെ വി എ മാത്രം നിനക്കൊക്കെ പറയാം. കെ വി എൽ ഒരുത്തന ഒരു ലൈവ് ഇട്ട് എന്തെങ്കിലും ചെയ്താൽ നിനക്ക് അപ്പം മറ്റേ ഫെയിം ഫാമിംഗ് ആവും. നമ്മള് സിറ്റിയിലുള്ള നമ്മുടെ കാര്യങ്ങൾക്ക് അത് വന്ന് തലയിട്ടിട്ട് നീയൊക്കെയാണ് ഏറ്റവും വലിയ അയൽക്കൂട്ടം. മനസ്സിലായ? പറയാതിരിക്കാൻ വയ്യ. അണ്ണാ ശരിയായ മാന്യനാണ് നമ്മളായിട്ടുള്ള എല്ലാം. ബോംബ് അവന്റെ തന്ത മറ്റേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ആക്കം ബോംബ് അവന്റെ അണ്ടിയിൽ ഇരിപ്പുണ്ട്. അവൻ അതെടുത്ത് വെച്ച് പൊട്ടിക്കുമെന്ന്. ഒരു ഇമോജി ഇട്. അല്ലല്ല, പിന്നെ വേറൊരു കാര്യം കൂടെ. പിന്നെ വേറൊരു ഭീഷണിയുണ്ട്. ആരോ എന്തോ വന്നു കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് മൂക്കി കയറ്റി കളയുമെന്ന്. ഒരു പുണ്ടച്ചിയുടെയും ചെലവിനല്ല ഞാനിവിടെ സ്ട്രീം ചെയ്യുന്നതും ഞാനിവിടെ ചെയ്യുന്നതും. ഗെയിമിനകത്ത് നിന്റെയൊക്കെ വന്ന് അവിടെ ഇരുന്ന് മെസ്സ് അടിക്കത്തേ ഉള്ളൂ. എന്റെ അടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് വരണ്ട. നിന്റെ ഇനി ആര് വന്നാലും എനിക്കൊരു പേടിയില്ലാവും വന്ന് പറഞ്ഞാൽ എനിക്കൊരു പറയില്ല. അതും കൂടെ ഒന്ന് മനസ്സിൽ വിചാരിച്ചു വെക്കണേ. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പേടിയുണ്ടെന്ന് വിശ്വസിച്ചു പോകും ചില ആൾക്കാർ. എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. മൈരന്റെ PC ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് ലൈവ് ഇട്ടേനെ. അത് കറക്റ്റ് സമയത്ത് ആ സാമാനം അടിച്ചും പോയി. എനിക്ക് ഇന്ന് ലൈവ് ഇടാനും പറ്റിയില്ല. ടോക്സിസിറ്റി എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഒന്നുമില്ല ചന്ദ്ര, കുറച്ച് ദിവസമായിട്ട് അവൻ വന്നു കഴിഞ്ഞാൽ നിന്നെ തീർക്കും. അവൻ വന്നു കഴിഞ്ഞാൽ നീ തീർന്നു. അവൻ തീർക്കൂടാ നിന്നെ. അമേരിക്ക ഇറാൻ വാർണിയുണ്ട് ബ്രോയെ ഉണക്കല്ലേന്ന്. എന്താടാ വാസ്കോ? നീ ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കണടാ. ഓ എന്തിനാ കാര്യം എന്തിനാണെന്ന് അറിഞ്ഞൂടാ. സ്റ്റാൻഡേർഡ് കളിക്കത്തില്ല. നിന്റെ ഡാഡിക്ക് പേരിടാൻ വേണ്ടി നമ്മൾ 2 പേര് കണ്ടുപിടിച്ചിട്ടുണ്ടേ. അല്ലല്ല, ഞാൻ വേറെ പറഞ്ഞ ജോക്കി. ഇതൊരു ഇമാജിനറി കഥയാണ്. ഞാൻ നോക്കുമ്പോ ഞാൻ ഒരാളോട് ഫോണിൽ സംസാരിക്കുവാണ്. നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കണേ. ഇറ്റ്സ് ആൻ ഇമാജിനറി സ്റ്റോറി. അപ്പൊ ഞാനിങ്ങനെ ഒരാളുടെ അടുത്ത് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വന്ന സമയത്ത് ഏതോ ഒരു റാൻഡം ഒരു ഗെയിമറിന് ഒരു PC വാങ്ങിച്ചു കൊടുക്കുന്നതിനെ പറ്റി ഇങ്ങനെ നമ്മൾ സംസാരിച്ച കാര്യത്തെ പറ്റി ഒരാൾ എന്നോട് ചോദിക്കുക. അവന് PC മേടിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, അത് നിങ്ങൾ ആലോചിച്ചിട്ട് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഡിസിഷൻ, നിങ്ങൾ ആലോചിച്ചിട്ട് എന്തുവാന്ന് വെച്ചാൽ ചെയ് എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ അടുത്ത് പെട്ടെന്ന് ആ ഒരു പെർട്ടിക്കുലർ ആള് മറ്റേ ആളെ പറ്റി എന്നോട് പറയുവാണേ, നമുക്ക് ഇത് ഓൾറെഡി ബാഡ് അടിച്ചതാണ്. പലവട്ടം നമ്മളിങ്ങനെ ആലോചിച്ച് നമുക്ക് ഇങ്ങനെ ഇത് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡിസിഷൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക എന്നിങ്ങനെ ആളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഫോൺ വെക്കുന്നത്. ഒരു മണിക്കൂറിന് ശേഷം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ, ആരെ പറ്റിയാണോ കുറ്റം പറഞ്ഞത് അയാളെ VC വിളിച്ചോണ്ടിരുന്നിട്ട് നിനക്ക് പറയടാ. ഇങ്ങനത്തെ കുറെ ഇമാജിനറി സ്റ്റോറീസ് ഉണ്ട്. ചന്ദ്രനും പുതിയൊരു യൂണിവേഴ്സ് ആണ്. 15 ദിവസം മനസ്സിലായോ? എന്താ റീസൺ? ഇല്ലില്ല, ഞാൻ പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്കിപ്പോഴും ലോജിക്ക് മനസ്സിലായില്ലേ? അവനെ പുറത്താക്കിയ അവ അടുത്ത ദിവസം വന്ന് ലൈവ് ഇട്ട് ഇവരെ അപരാധിക്കും. പിന്നല്ലാണ്ട് മനസ്സിലായോ? പുള്ളി ഭയങ്കര കാമാൻ ഗോയറ്റായിട്ട് പ്രസന്റ് ചെയ്ത് കേട്ടോ. ഭയങ്കര കാമാൻ ഗോയറ്റായിട്ട് നിനക്ക് ഞാൻ ഒരു ചെറിയൊരു സസ്പെൻഷൻ തരാം. അത് കഴിഞ്ഞ് നീ കേറിക്കോടാ. ഇതൊക്കെ കേറിക്കോടാ എന്നുള്ള രീതിയില്
ആ ഇമാതിരി അവന്മാരൊക്കെയാണ് നമ്മളെ മറ്റേ ഇത് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇതാണ് സത്യം പറഞ്ഞാൽ ഇതാണ് ഞാൻ ഈ POV നമ്മുടെ ഉണ്ടായിരുന്നത്. ഈ POVയുടെ കാര്യം പറയുമ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. ആ ക്ലിപ്പിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ഈ ഞങ്ങളൊരു വേറൊരു ക്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോഴാണ് ഇതിനെ പറ്റി പറയുന്നത്. ഈ വേറെ ക്ലിപ്പ് എന്താന്ന് വെച്ചാൽ ആ ക്ലിപ്പ് എൻ്റെ അല്ലായിരുന്നു, KVA മെമ്പേഴ്സിന്റെ കയ്യിലാണ് ഈ ക്ലിപ്പ് ഉണ്ടായിരുന്നത്. KVA മെമ്പേഴ്സിന്റെ കയ്യിൽ. അതിപ്പോ എൻ്റെ ഉണ്ട്. എനിക്ക് സുമതി അമ്മ ആ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നായിരുന്നു. എൻ്റെ ഇരിപ്പുണ്ട് അത്. അപ്പോൾ എനിക്ക് ഈ ക്ലിപ്പ് ഒന്നും എടുത്ത് വെച്ച് കാണിക്കേണ്ട. അതൊക്കെ അവരുടെ ഇൻസൈഡ് ഇതിലെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് നമ്മളെ ബാധിക്കുന്ന OC കാര്യമാണ് ഞാൻ എടുത്ത് വെളിവെച്ച് കാണിച്ചത്. പിന്നെ ഞാൻ സംസാരിക്കേണ്ട ആൾക്കാരെ ഞാൻ വിളിച്ച് ഓൾറെഡി അന്ന് സംസാരിച്ചായിരുന്നു. സോറി പറയാനേ പറ്റത്തുള്ളൂ, കുനിഞ്ഞു നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇവൻ പറഞ്ഞല്ലോ ട്രിഗേർഡ് പോയിന്റിൽ അവൻ ചെയ്തോ അല്ലെങ്കിൽ OCയിൽ പറഞ്ഞു പോയതാണ്. അതുപോലെ ട്രിഗർ പോയിന്റിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാനൊരു കാര്യം എന്റെ വായിന്ന് വീണെന്ന് പറഞ്ഞ് ഇവന്റെയൊക്കെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കാൻ അവനെ വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ടൊന്ന് നിർത്തിയാൽ മതി. ഒരുത്തരം പേടിയില്ല എനിക്ക്, മനസ്സിലായ? എനിക്ക് ഒരുത്തരം പേടിയില്ല. എനിക്ക് ഇനി ഏതവനാണല്ലോ, ഇനി ദേവൻ തമ്പുരാനെ നീ കൊണ്ടുവന്ന് നിർത്തിയാൽ പോലും എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇല്ല. നിന്റെ ആരെങ്കിലും വന്നാൽ എന്നെ അങ്ങ് പണിക്കളയും, എന്നെ അങ്ങ് ഇതാക്കി കളയും. അങ്ങനത്തെ ഇല്ല. എനിക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയ കാര്യത്തിൽ ഞാൻ സോറി പറഞ്ഞു നിർത്തി. അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് ഇനി ആരുടെ മുമ്പിൽ പോയി കുനിഞ്ഞു വയ്ക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അതിനി ഏതവൻ വന്ന് പറഞ്ഞാലും അത് തിരിച്ചു പറയാൻ എന്റെ വായിൽ നാക്കുകൊണ്ട് ഇതുകൊണ്ട്, മനസ്സിലായ? അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് ഇതുവരെ നടന്നത്. അപ്പൊ ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് വേറെ അവരാധിക്കാനും സംസാരിക്കാനും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഇന്ന് വന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ലൈവ് ഇടാമെന്നുള്ള രീതിയിൽ ഇരുന്നതാണ്. അപ്പോഴാണ് ഈ PCക്ക് ഇത് പറ്റിയത്. അതുകൊണ്ട് പിന്നെ എന്റെ ഇൻബോക്സിലോട്ട് മറ്റേ അവൻ വരും, അവൻ വന്നു കഴിഞ്ഞാൽ നിന്നെ തീർക്കും. അല്ല, പുള്ളി ലൈവിൽ ഇരുന്ന് പറഞ്ഞ എന്റെ വീട്ടില് സ്വിച്ചിലുമ്പോ ഫാൻ കറങ്ങൂലേ? അല്ല, എന്റെ അടുക്കളയില് ചോറ് വേവൂലേ? എനിക്ക് മാസം വരുന്ന പേയ്മെന്റ്സ് ഒന്നും വരത്തില്ലേ? എന്റെ ബാങ്ക് ബ്ലോക്ക് ആവുമോ? അല്ല, എന്റെ വണ്ടി കീടുമ്പോ ഇതാവത്തില്ലേ? പുള്ളി വന്ന് ലൈവിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാടാ പേടിപ്പിക്കുന്നത്? ഏതെങ്കിലും കൊച്ചുമാണങ്ങളെ പോയി പേടിപ്പിക്ക് നീ. ഇതൊക്കെ എന്റെ അടുത്തല്ലേ ഇതൊക്കെ ഇറക്കേണ്ടത്, മനസ്സിലായ? അവന്റെയൊക്കെ ഭീഷണി.